ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ, ഇതൊരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. മുമ്പത്തെ ട്രെയിലർ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ എന്തായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ട് ഇപ്പോൾ ഇരുന്നു തമ്മിൽ ഉണ്ടാക്കി നമ്മളിതേ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. ആൻഡ് ടു ദ ഫാക്ട്, കുംഫു പാണ്ട 4 ഒഫീഷ്യലി ട്രെയിലർ റിലീസ് ആയതോടൊപ്പം തന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ വില്ലന്മാർ വീണ്ടും വരുന്നത്, ഇവരെല്ലാം ഒരുമിച്ച് വരുമോ, അതോ ഒറ്റ വില്ലനാണോ, മെയിൻ വില്ലൻ ആരാണെന്നൊക്കെ കുറേ ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് ക്ലാസ്സിൽ പോയപ്പോൾ തന്നെ കുറേ മനസ്സിലായി. കാരണം ക്ലാസ്സിൽ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുന്ന ഒരു തോട്ട് വന്നപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉള്ള ഉത്തരങ്ങളെല്ലാം ഇതിൽ ഞാൻ പറയുന്നതായിരിക്കും. ടു ബി ഓണസ്റ്റ്, ദിസ് ട്രെയിലർ ഈസ് ജസ്റ്റ് എ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. നമ്മൾ മൂവിയിലാണ് ശരിക്കും എല്ലാം കാണാൻ പോകുന്നത്. ട്രെയിലറിലാണെങ്കിൽ എല്ലാം കൂടി ഒരു തരം കോമഡി പീസ് ഓഫ് ആർട്ട് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ പോവുണ്ട്, ഷീഫു, ആൻഡ് ദ മെയിൻ വില്ലൻ ഈസ് ഓബ്വിയസ്ലി ചമീലിയൻ. ഓന്താണ്, അതെ, അതിലൊരു ഓന്തിനെ കാണിക്കുന്നുണ്ടല്ലോ, അതൊരു പെണ്ണാണ്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ദാറ്റ് കാസ്റ്റ് ആ ഒരു വോയിസ് ചെയ്യുന്നത് വേറെ ആരല്ല, നമ്മുടെ ഈ സൂയിസൈഡ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ലേ, വയോള ഡേവിസ്. ഞാൻ വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാം. സൂയിസൈഡ് സ്ക്വാഡിൽ ഉണ്ടാകുന്ന മെയിൻ ഹെഡാണ്, അതായത് അപ്പോയിൻറ്റ് ചെയ്യണ ഒരു വില്ലൻസിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യില്ല സൂപ്പർ ഹീറോസ് ആയിട്ട്, പുള്ളിക്കാരിയാണ് ഇതിലെ വോയിസ് ചെയ്യുന്നത് ആസ് ചമീലിയൻ. ആൻഡ് ഇത് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ്, പുള്ളിക്കാരിക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്, വോയിസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രെയിലറിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഷീഫു പറയുന്നുണ്ട്, നിനക്ക് ഒരു പുതിയ ചാപ്റ്റർ നിന്നെ തുടങ്ങാൻ പോകുന്ന ലൈഫിൽ, അതുകൊണ്ട് നീ തന്നെ ഡ്രാഗൺ വാറിയറിൻ്റെ പദവി വേറൊരാൾക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിനക്ക് എല്ലാ സമയത്തും നീ തന്നെ ഡ്രാഗൺ വാറിയർ ആവുന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ചോദിക്കും, എനിക്കങ്ങനെ എന്താ ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഷീഫു പറയും, എന്താ നിനക്ക് നീ നിന്നേക്കാൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ എപ്പോഴും ബെറ്റർ ആവണം, അല്ലെങ്കിൽ നീ അതിനേക്കാൾ വലിയൊരാളാവേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പൊക്കി കൊണ്ടുപോകും. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു പീസ് മേക്കറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സൈലൻറ്റ് വാലിയുടെ ഒരു പ്രൊട്ടക്ടറാണ് ഓബ്വിയസ്ലി, ബട്ട് ഒരു സ്പിരിച്വലി ലീഡ് ചെയ്യാൻ പറ്റിയ ഒരാളല്ല. അത് നമുക്ക് പുള്ളിക്കാരിനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതിക്ക് ഈ ഒരു ട്രെയിലറിൽ മുന്നോട്ട് പോകുന്നതോറും തന്നെ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ മെയിൻ വില്ലനിലേക്ക് കടക്കുന്നതായിരിക്കും. അതാണ് നമ്മൾ ചെമീലിയൻ. ആൻഡ് ചെമീലിയൻ, ടു ബി ഓണസ്റ്റ്, ഈസ് ഭയങ്കര ഒരു ഇൻഡിപെൻഡൻറ്റ് സെൽഫ് ബിൽഡ് ആർമി ഉള്ളൊരു ഭയങ്കര സോസറസ് സുപ്രീം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഉള്ളൊരു ടൈറ്റിലുള്ളൊരു ആളാണ്. ആൻഡ് മാജിക്കൽ പർപ്പസിൻ്റെ ഉപരി പുള്ളിക്കാരിക്ക് കുറേ വേറെ പവേഴ്സ് ഉണ്ട്, അതായത് ഷേപ്പ് ഷിഫ്റ്റിങ്. എനിക്ക് തോന്നുന്നു അതിലൊരു സീനുണ്ട്, നമ്മുടെ ടായിൽ അങ്ങ് വന്നിട്ട് വലിച്ചെടുക്കുന്ന ഒരു സാധനം വലിച്ചെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ചീ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പവേഴ്സ് എല്ലാം ഒരുമിച്ചായിരിക്കും. ചീ ആവാനുള്ള സാധ്യത, മറ്റേ ചീ എന്ന് ഉദ്ദേശിക്കുന്നത് പവറാണ്. കുംഫു പാണ്ട 3 ഉണ്ടായിരുന്നു, നമ്മുടെ കായ് വന്നിട്ട് എല്ലാവരും ചീ എടുത്തിട്ട് ഒരു തരം ബ്രേസ്ലെറ്റ് ആക്കണം, ഒരു പച്ച ബ്രേസ്ലെറ്റ് ആക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു, കണ്ടവർക്ക് അറിയാം. അപ്പോൾ അത് തന്നെയായിരിക്കും ഇതിലും സംഭവിക്കുന്നത്. ബട്ട് ഇതിൽ ഷേപ്പ് ഷിഫ്റ്റ് ആവാൻ പറ്റും, സൗണ്ട് അതുപോലെ ആക്കാൻ പറ്റും, അപ്പിയറൻസ് എല്ലാം അതുപോലെ തന്നെ, പവേഴ്സ് അതുപോലെ തന്നെ. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് എനിക്ക് അത് തന്നെ പറയാനുള്ളൂ, എല്ലാ വില്ലൻസിൻ്റെയും പവർ എടുത്തിട്ട് പുള്ളിക്കാരെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത് കളിക്കും. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വില്ലൻസിനെ മിക്കതും കാണാൻ പറ്റുക. അല്ലാണ്ട് ഓരോ ഇൻഡിവിജ്വൽ വില്ലൻസ് എല്ലാവരും കൂടി വന്നിട്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. മിക്കതും ഈ ചമീലിയൻ തന്നെ ആയിരിക്കും അവരുടെ ഒരു ഷേപ്പ് ഷിഫ്റ്റിംഗ് മാറിയിട്ട് കായായിട്ടും ഷെന്നായിട്ടും ടൈലങ്ങായിട്ടും ഫൈറ്റ് ചെയ്യുക അഗെയിൻസ്റ്റ് അപ്പോൾ ഇതുവരെ എന്നിട്ട് പറയുക മത്സരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വില്ലൻസും ഒരുമിച്ച് ഒരാളുടെ അകത്ത് പവർ വരുമ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം എത്രമാത്രം പവർഫുൾ ആയിരിക്കും ഈ ഒരു ബാറ്റിലെന്ന്. അത് മെയിൻ കാര്യം. രണ്ടാമത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എൻ്റെ ഒരു തിയറിയാണ്, ടായ് ലങ്ങുണ്ടല്ലോ പവേഴ്സ് എടുത്ത കാരണം ഒന്നുകിൽ വീക്കാവാൻ നല്ല സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ ഈ പോവിൻ്റെ സൈഡ് കൂടിയിട്ട് ഈ ചമലിനെ ഫൈറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു തിയറിയാണ് ബേസിക്കലി നടക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, ലൈക്ക് ഒരു 80% ചാൻസ് ഉണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ഒരു ഡിസെൻഡൻറ്റ് അല്ലെങ്കിൽ എന്നിട്ട് പറയുക, ഡ്രാഗൺ വാറിയറിൻ്റെ പദവി പുള്ളിക്കാരൻ അത് ഫുൾ ടൈം എടുത്ത് എനിക്ക് മാത്രമാണെന്ന് ഒരിക്കലും കൊണ്ടുനടക്കാൻ പറ്റുന്ന സാധനമല്ല, ഒരു സ്റ്റാറ്റസ് സിമ്പൽ അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം വരുന്ന വേറൊരു ആളുണ്ട്. ആരാണ്? കൂടെ ഒരു പീക്കിരി സാധനം ഉണ്ടല്ലോ നടക്കുന്നത്, ഒരു ചെറിയൊരു ഫോക്സ് ഉണ്ട്. അത് കാസ്റ്റ് ചെയ്തിട്ട് ആരാന്നുള്ള ആരെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയില്ല, ബട്ട് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക ആരാണെന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. ആൻഡ് പുള്ളിക്കാരി ഒരു ഏഷ്യനാണ്, അതുകൊണ്ട് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായി. അപ്പോൾ
ഈ ഒരു ആളായിരിക്കും അടുത്ത ഡിസെൻഡന്റ് ഓഫ് ഡ്രാഗൺ വാരിയർ. കാരണം എല്ലാ ടീമപ്പും കുംഫുവും അറിയുന്ന ഒരാളായിരിക്കും ഈ ഒരു പെൺകുട്ടി. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ആർക്കറിയാം. അത് പെൺകുട്ടിയാവാൻ സാധ്യത. ഫീമെയിൽ വോയിസ് ഉള്ളത് അതുകൊണ്ട് പെൺകുട്ടിയാവാൻ സാധ്യത. അപ്പോൾ ഇവർ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഒരുതരം വില്ലൻ എന്നിട്ട് പറയുക വില്ലൻ ഡഞ്ചൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്രിമിനൽസ് ഒത്തുകൂടി താമസിക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അത് അവിടുത്തെ ഒരു സ്ഥലം ആണെന്ന് അവിടെയാണ് ഈ ഒരു പെണ്ണും താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വലിയ ക്രിമിനലാണ് ഈ പെണ്ണ്. അങ്ങനെ നമ്മുടെ കണ്ട് മുട്ടെന്താണ് ഈ പെണ്ണിനെ. എന്നിട്ട് ലാസ്റ്റ് ഇവളായിരിക്കും കമീലിനെ അടുത്ത് കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് ഇവളും ഇവനും കൂടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്യും, പോവിൻ്റെ എടുക്കും. ലാസ്റ്റ് അവൾ പവർഫുൾ ആവും. എന്നിട്ട് ലാസ്റ്റ് തിരിച്ചു പോവും. എന്നിട്ട് വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടെല്ലാം ഒരു മോട്ടിവേഷനൊക്കെ ഇട്ടിട്ട് വീണ്ടും വന്ന് തോൽപ്പിക്കുന്നു. അതാണെങ്കിൽ മിക്കൊന്നും കഥ, അല്ലാണ്ട് ഒന്നുമില്ല പ്രത്യേകിച്ച്. ആൻഡ് നിങ്ങൾ നോട്ടീസ് ചെയ്തെന്ന് അറിയില്ല, കുറേ പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് ദ ഫ്യൂരിയസ് 5. ഫ്യൂരിയസ് 5 എന്നല്ലേ പറയാനേ. ഫ്യൂരിയസ് 5 എന്ന് ഉദ്ദേശിച്ച് ഞാൻ മറ്റേ ടൈഗ്രസ്, മാൻഡിസ്, മറ്റേ കൊക്ക്, പിന്നെ ആരാ വൈപ്പർ, ഇവരൊക്കെ എവിടെ പോയി എന്നല്ല കുറേ പേര് ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഇവർ അവരുടേതായ ഒരു സർട്ടൻ മിഷൻസിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും രക്ഷിക്കാൻ പോയിട്ടുണ്ടാവും. കാരണം പോവാണ് ഇപ്പോൾ മെയിൻ അവിടുത്തെ ആൾ, ചൈനയിലെ മെയിൻ ആൾ. അപ്പോൾ അവർക്ക് വേറെ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മിക്കതും ഇവർ ഈ ഒരു എന്താ പറയുക മൂവിയിൽ അപ്പിയർ ചെയ്യും, ബട്ട് ഒരു ക്യാമിയോ റോൾ ആയിട്ട് ചിലപ്പോൾ അവസാനമായിരിക്കും കൊണ്ടുവരിക. ഇവിടെ നിന്ന് സംഭവിച്ചേ, നീ അങ്ങനെ ചെയ്തെന്ന് കേട്ടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കതും വരാം. അല്ലാണ്ട് വലിയ ഡീറ്റെയിൽഡ് റോളൊന്നും ഉണ്ടാവില്ല. ബട്ട് ടൈലൻ വിൽ ബി എ മേജർ റോൾ ഇൻ ദിസ് മൂവി. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതിൽ പോവിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. ആ വടി നമ്മൾ ആരുടെ ആയിരുന്നു, ഊഗുവയില്ലേ, മറ്റേ ആമച്ചാട്ടൻ്റെ വടിയാണ്. പുള്ളിക്കാരൻ മറ്റേ സ്പിരിച്വൽ വേർഡിൽ കൊടുത്താണ് ആ വടി. എന്നിട്ട് അത് കൊണ്ടു നടക്കുന്നുണ്ട്. അതേ വടി ഉപയോഗിച്ചായിരിക്കും ഈ ടൈലങ്ങിനെ ഇവർ പുറത്തെടുക്കാനുള്ള ഒരു മാജിക്ക് കാണിക്കുക. കാരണം അതേ വടി എടുത്തിട്ട് ഈ ഒരു ചമ്മിൽ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ടൈലങ് പുറത്ത് വരുന്നത്. അപ്പോൾ ഒന്നിങ്ങനെ നമ്മൾ അവസാനം ഫസ്റ്റ് മൂവിൽ കണ്ട പോലെ തന്നെ ഈ വൂഷി ഫിംഗർ ഉണ്ടല്ലോ, വൂഷി ഫിംഗർ എടുത്തിട്ട് ടാപ്പ് ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചു ടൈലങ്ങ് മരിച്ചു എന്നില്ല, ഒരുതരം സ്പിരിച്വൽ ഡയമെൻഷനിലായിരിക്കും പുള്ളിക്കാരൻ ഉണ്ടാവുക. അവിടെ നിന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടായിരിക്കും ഈ മെയിൻ വേൾഡിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടുത്ത് ഫൈറ്റ് പവറൊക്കെ എടുത്ത് വിടാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി നമ്മുടെ ഒരുതരം എന്താ പറയുക സ്പിരിച്വൽ ജേർണിയിൽ കൊണ്ടുപോയിട്ട് വാലി ഓഫ് പീസിനെ കൊണ്ടുപോകാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എല്ലാ വില്ലൻസും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം, അതെനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്, യൂണിവേഴ്സൽ പിക്ചേഴ്സാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. എന്തൊരു പേർക്ക് അറിയുന്ന അറിയില്ല, 2016-14 ഇവരൊരു അലിഗേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുംഫു പാണ്ടിക്കെതിരെ. അപ്പോൾ അവർ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. സോ അതൊരു വലിയൊരു കംബാക്കാണ്. ആൻഡ് ഒബ്വിയസ്ലി ആഞ്ചലീന ജോളി വരണമെന്നുണ്ട്, കുംഫു പാണ്ടിൽ എല്ലാ കാസ്റ്റ് വരണമെന്നുണ്ട്, ഒറിജിനൽ 6, 5 ആരൊക്കെയാണാവും അവരെല്ലാം വരണമെന്നുണ്ട്. ഷെൻ എനിക്ക് കാണുന്നുണ്ട്, ഷെൻ മറ്റേ പീക്കോക്കില്ലേ, വെള്ള പീക്കോക്ക്, അത് കാണുന്നുണ്ട് എനിക്ക്. കാരണം അതൊരു പവർഫുൾ വില്ലനാണ്. അതുകൊണ്ട് ആ ഒരു വില്ലനെ മാറ്റി വെക്കാന്ന് വെച്ചാൽ അത് വളരെ മണ്ടത്തരാണ്. കാരണം ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അതിനേക്കാൾ വലിയൊരു ആളില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇമോഷണലി, ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി എല്ലാം ഒരുമിച്ച് ഡീൽ ചെയ്ത് ഒരു വില്ലൻ്റെ അടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് ആൻഡ് ബ്രൂട്ടൽ ബാറ്റിലായിരിക്കും ഇത്. എനിക്ക് പേഴ്സണലി ഈ ഒരു മൂവി എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ ഒരുതരം ഫിസിക്കൽ ഫൈറ്റാണ് വേണ്ടത്, അല്ലാണ്ട് ഡിപ്രഷൻ അടിച്ച് ഷോക്ക് അടിച്ച് വേണ്ട. ഫുള്ളി ഫിസിക്കൽ ഫൈറ്റ്, അടിച്ചടിച്ച് അങ്ങനെ ആ ഒരു വൈബ് കിട്ടണം നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു രസമില്ല. ഇതൊരുമാതിരി അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ വേറെ ബ്രേക്ക് ഡൗൺ എടുക്കുന്നുണ്ട്, ഞാൻ മറ്റേ വാട്ട് ഇഫിൻ്റെ ബ്രേക്ക് ഡൗൺ ഇടാട്ടോ കുറച്ച് ഇറങ്ങിയിട്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.